മാതാപിതാക്കളെ ഉപദ്രവിക്കാറുണ്ടല്ലേ, മാതാപിതാക്കളോട് മോശമായി പെരുമാറാറുണ്ടല്ലേ, മാതാപിതാക്കളോട് പരുക്കൻ ശൈലിയിൽ സംസാരിക്കാറുണ്ടല്ലേ. ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി, ആ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ അബൂ ഹനീഫ ഇമാമിനറിയാ? ചോദിച്ചു, തങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശരിയാ, എന്റെ ഉമ്മയോട് വാപ്പയോട് ഞാൻ പരുക്ക ശൈലിയിലാ സംസാരിക്കാറുള്ളത്. എന്റെ മാതാപിതാക്കളോട് സ്നേഹമില്ല, ദയയില്ല, മര്യാദയില്ല, അദബില്ല, ബഹുമാനമില്ല. അത് ശരി തന്നെയാണ് തങ്ങളെ. ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? സഹോദരാ, നമ്മുടെ മക്കളാ തലത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ വരുന്ന ബുക്ക് വാങ്ങിക്കൊടുത്ത് പഠിച്ചാലെത്തൂല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും വിശുദ്ധമായ ഹദീസുകൾ, അഖീദയും അഖ്ലാഖും ഫിഖ്ഹും ദീനിയാത്തും പഠിപ്പിക്കുന്ന മദ്രസകളിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാനുള്ള മദ്രസയിൽ ചേർത്ത് പഠിച്ചാലല്ലാതെ നമ്മുടെ പൊന്നുമക്കൾ ഈ കോലത്തിലെത്തൂല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? പൊന്നുമോനെ, നീ ഒളുവെടുത്തിട്ട് ആ മുഖം കഴുകിയപ്പോൾ, നിന്റെ കൈകാലുകളെ കഴുകിയപ്പോൾ, നിന്റെ കൈകാലുകളിൽ നിന്നും മുഖത്തു നിന്നും ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തിൽ ആ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന പാപത്തിന്റെ കറ ഞാൻ കണ്ടു. അതിന്റെ കറകളെല്ലാം എനിക്ക് കാണാൻ പറ്റി. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യന് മുൻകൈ കഴുകിയാൽ മുൻകൈ കൊണ്ട് ചെയ്ത പാപത്തിന്റെ കറകൾ വെള്ളത്തുള്ളിയോടൊപ്പം നിലത്ത് വീഴുമെന്ന്. മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു വെള്ളത്തിന്റെ അവസാന തുള്ളിയോട് അവന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുമെന്ന് പഠിച്ചല്ലോ. കൈ കഴുകുമ്പോഴും അങ്ങനെ തന്നെ. ഏതവയവ കഴുകിയാലും ഒളുവിന്റെ സമയത്ത് അങ്ങ് സ്നാനം ചെയ്യുമ്പോ അവന്റെ ശരീരത്തിലെ മുഴുവൻ പാപങ്ങളെയും പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹനീഫ ഇമാം നോക്കുമ്പോ ആ ചെറുപ്പക്കാരെ ഒളുവെടുത്തു. ഒളുവെടുക്കുന്ന വെള്ളത്തിന്റെ തുള്ളി നിലത്തേക്ക് വീഴുമ്പോ ആ വെള്ളത്തിലൂടെ കാണാൻ കഴിഞ്ഞത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന പാപത്തിന്റെ കറകൾ പോകുന്ന രംഗമാ. ആ ഒരു നിലയിലേക്ക് അബൂ ഹനീഫ ഇമാമിനെ എത്തിച്ചത് എന്താ? പദവിയല്ല, പത്രാസല്ല, പ്രസിദ്ധിയല്ല, പ്രശസ്തിയല്ല, പണമല്ല, ഒന്നുമല്ല. പിന്നെയോ അല്ലാഹു നൽകിയ പുണ്യമായ നൂറാകുന്ന പരിശുദ്ധമായ ഇൽമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളും തമ്മിൽ, നമ്മുടെ മക്കളും പടച്ചവനും തമ്മിൽ ഒരു ബന്ധമുണ്ടാവുകയാണ്. ആ ബന്ധത്തിന്റെ പേര് അത്തഖ്വാ ബൈനഹു വ ബൈനല്ലാഹ്. നമ്മുടെ മക്കള് സാധാരണക്കാരായ മക്കളെ പോലെയല്ല. പിന്നെ നമ്മുടെ മക്കള് അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന മക്കളാ. ആ മക്കള് പിന്നെ വീട്ടിൽ വരുമ്പോ വാപ്പയോട് പറയും, വാപ്പാ കള്ളു കുടിക്കല്ലേ. വാപ്പയോട് പറയും, വാപ്പാ നമസ്കരിക്കണേ. ഉമ്മയോട് പറയും, ഉമ്മ ഉറത്തു മറയ്ക്കണേ. ഉമ്മയോട് പറയും, ഉമ്മ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. കാരണം അല്ലാഹു ആ പൊന്നുമോളുടെ, ആ പൊന്നുമോന്റെ കൽബിലേക്ക് നിറച്ചു കൊടുക്കുന്നതെന്താ? അത്തഖ്വാ ബൈനഹു വ ബൈന തആല. ഒന്നാമത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന മാറ്റം അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം തഖ്വയിൽ അധിഷ്ഠിതമായ ബന്ധമാണ്. പിന്നെ നമ്മുടെ മക്കള് നിന്ന് മൂത്രമൊഴിക്കൂല. പിന്നെ നമ്മുടെ മക്കള് മുഖപ്പ് നോക്കി വാപ്പാന്റെ പേര് വിളിക്കില്ല. പിന്നെ നമ്മുടെ പൊന്നുമക്കള് ഉമ്മാനെ തല്ലുന്ന മക്കളാവൂല. കാരണം ആ മക്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട ഭക്തി എന്തെന്ന് പഠിച്ചിരിക്കുകയാണ്. ഒന്നാമതായിട്ട് അതല്ലേ നമുക്ക് വേണ്ടത്. എത്ര വാപ്പാനാണ് മക്കൾ ഉറങ്ങിയിട്ടാ വീട്ടിൽ പോവുക? മക്കൾ ഉറങ്ങിയിട്ട വീട്ടിൽ പോവും. മക്കൾ ഉണരുന്ന മുമ്പ് വീടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണ്, മക്കളെ പേടിയാണ്. ആ ഒരു കാലമാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് മകനെ അടിച്ചു. 9-10 വയസ്സ് മാത്രം പ്രായം. ആ കുട്ടി സൈക്കിൾ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി.
ആ കുട്ടി സൈക്കിളും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം ഒരു 10-40-35 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി. ആ മകന് വാപ്പ അടിച്ച വേദനയിലും വിഷമത്തിലും വാശിയിലും ആ മകനെ വീട് വിട്ടിറങ്ങി 35-ന്റെയും 40 കിലോമീറ്ററിന്റെയും ഇടയിലെത്തിയപ്പോ പോലീസ് പിടിച്ചു. ആ മകനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിന്നെ വാപ്പയ്ക്ക് വരേണ്ടി വന്നു ആ മകനെ ഇറക്കാൻ. സൈക്കിളായത് കൊണ്ട് പ്രശ്നമല്ല, നേരെ മറിച്ച് ഇനി മോട്ടോർ സൈക്കിൾ ആയിരുന്നെങ്കിൽ വാപ്പാക്ക് അഴി എണ്ണാൻ പറ്റി ഏറ്റവും നല്ല സൗഭാഗ്യമോ ഉണ്ടാക്കി കൊടുത്തേനെ. ഇപ്പൊ അങ്ങനെയാണ്, പ്രായപൂർത്തിയാകാത്ത മക്കൾക്ക് വണ്ടി കൊടുത്താൽ വാപ്പാടെ ലൈസൻസ് കട്ടാക്കും അല്ലേ? എന്തൊരു തിരക്കാ സഹോദരങ്ങളെ. റോഡ് 4 വരി പാതയാക്കാനുള്ള വ്യഗ്രത. 4 വരി പാതയായി നമ്മളെ സന്തോഷത്തോടെ ഓടാൻ തുടങ്ങുമ്പോ വീണ്ടും പണിയായിരിക്കും 6 വരി പാതയാക്കാൻ. തീരൂല, വികസനം തീരൂല. രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലെ ഓരോ അവസ്ഥകൾ കണ്ടിട്ട് നമ്മുടെ ഈ ജനനിബിഡമായ ജനസംഖ്യ കൂടുതലും ഭൂമി കുറവുമുള്ള കേരളത്തിന്റെ ഈ ഒരു സാഹചര്യത്തില് ഒരിക്കലും നമ്മുടെ ഈ ട്രാഫിക് ജാം അവസാനിക്കൂല. ഒരൊറ്റ കാര്യം കൊണ്ടല്ലാതെ, അനുസരണം കൊണ്ടല്ലാതെ. ഒരു ചെറിയ വിടവ് കണ്ടാൽ മതി, അവിടെ കൊണ്ടുവന്ന് കയറ്റി വയ്ക്കും. ഗൾഫിൽ പോയാലോ ഇത്രയും സൂക്ഷ്മതയോടെ വണ്ടി ഓടിക്കുന്നത് കേരളക്കാരല്ലാതെ വേറെ ആരുമില്ല. കാരണം 10,000 ദിർഹം അങ്ങ് പോയി കിട്ടും, പേടി. ഇവിടെ ആകുമ്പോ ഒരു കുഴപ്പമില്ല. ഏവനെങ്കിലും പാവപ്പെട്ട പോലീസുകാരൻ പെറ്റിയടിക്കാൻ നിന്ന് അവന്റെ മേക്കിട്ട് കയറും. അപ്പൊ അതുകൊണ്ട് ഇവിടെ അനുസരണയില്ല. കൊണ്ട് കുറുക്കിനങ്ങോട്ട് വെക്കല്ലേ, കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്നങ്ങ് വെക്ക, വണ്ടി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, വാപ്പ മക്കളെ അടിച്ചു എന്നതിന്റെ പേരിൽ വീട് വിട്ടു പോകുന്ന മക്കളാ സഹോദര. എന്തുകൊണ്ട്? നമ്മുടെ മക്കൾക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് മദ്രസ വിദ്യാഭ്യാസമാണ്. ഈ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ ആ പ്രിയപ്പെട്ട മക്കൾ ഒന്നാമതായി നമുക്ക് തന്നെയാണ് ഉപകരിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തട്ടെ. 4 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ പിന്നെ വീട്ടിലിരുത്തരുത്, മദ്രസയിൽ ചേർക്കണം. വടക്കൻ മലബാറില് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ, നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെയും മദ്രസകൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. മഗ്രിബ് കഴിഞ്ഞാൽ ഇങ്ങനെ വരിവെച്ച് മക്കൾ പോവാൻ. ഇതൊക്കെ തെക്കൻ ജില്ലകളില് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ രാവിലെ 7 മണി മുതൽ 8:30 മണി വരെ മദ്രസ, വൈകുന്നേരം 4:30 മണി മുതൽ 5:30 മണി വരെ 6 മണി വരെ മദ്രസ. മഗ്രിബിന് ശേഷമുള്ള മദ്രസ അങ്ങനെ ഒന്ന് കിനാവ് കാണാൻ പോലും പറ്റിയിട്ടില്ല തെക്കൻ ജില്ലകളിൽ. തെക്കൻ ജില്ലകളിൽ അങ്ങനെ ഇല്ല. ഇപ്പോഴാണ് +1 +2 സംവിധാനങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഞാൻ മദ്രസ സംവിധാനത്തെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇവിടെ പഠിക്കാൻ നല്ല ആവേശമാണ് മക്കൾക്ക്. പ്രായപൂർത്തിയായാലും വിടും. ചില സ്ഥലങ്ങളിൽ പ്രായപൂർത്തിയായ ഇനി മദ്രസ ഹറാമാ മോളെ, പോവരുത്. സ്കൂളിൽ പോകുന്നതിന് കുഴപ്പമില്ല, കോളേജിൽ പോകുന്നതിന് കുഴപ്പമില്ല. ന്യായങ്ങൾ പലതുണ്ട്, അങ്ങോട്ട് പറയാനും അതിലേറെ ന്യായങ്ങൾ നമുക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ മദ്രസയിൽ ചേർത്താൽ ഒന്നാമതായിട്ട് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഭക്തിയാണ്. ഇനി രണ്ടാമത്തേത് അൽ മുജാഹദതു ബൈനഹു വ ബൈനൻ നഫ്സി. നമ്മുടെ മക്കൾ സ്വയം സമർപ്പിതരാവുകയാ. ഒന്ന് അല്ലാഹുമായിട്ടുള്ള ബന്ധമാണ് തഖ്വ. രണ്ടാമത്തേതോ നമ്മുടെ മക്കള് സ്വയം അവര് സമർപ്പിതരാവുകയാ. അവര് സ്വയം അവരെ വിചാരണയ്ക്ക് വിധേയരാക്കുകയാ. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്തെന്നറിയോ? നമ്മൾ പഠിക്കുന്ന അറിവ് കൊണ്ട് നമുക്കും ഗുണമുണ്ടാകണം, സമൂഹത്തിനും ഗുണമുണ്ടാകണം. അധ്വാനിക്കണം. ഒന്ന് കേട്ടെ, ഈ പരുന്തിന് എത്ര വർഷത്തെ ആയുസുണ്ടെന്നറിയോ? പരുന്ത് എത്ര വർഷമാ ജീവിച്ചിരിക്കുക? പരുന്ത് അതിന്റെ ആയുസ് 50 വർഷമാണ്. 50 വയസ്സ് വരെ പരുന്ത് ജീവിച്ചിരിക്കുമെന്നാണ്. പക്ഷേ 90% പരുന്തും 20ാമത്തെ വയസ്സിൽ സ്വയം മരിക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യും. സ്വയം മരിക്കാന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിലും മരിച്ചു പോകും. 90% പരുന്തുകളും 20 വയസ്സ് വരെ ജീവിക്കൂ. എന്താ കാര്യം എന്നറിയോ? ഇതിന്റെ ചുണ്ട് വളയാൻ തുടങ്ങും.
ഇതിന്റെ ചുണ്ടിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. തൂവലുകൾ തന്റെ ചിറകിന് ഭാരമാകും, പറക്കാൻ പറ്റില്ല. എന്നാൽ 10% വരുന്ന ഈ പരുന്തുകൾ എന്താ ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും നിരങ്ങിയും എഴഞ്ഞുമൊക്കെ ഏതെങ്കിലും പാറയുടെ മുകളിൽ കയറും. എന്നിട്ട് ആദ്യം ചെയ്യുന്നത് അതിന്റെ ചുണ്ടിനെ ഒരച്ചൊരച്ചൊടിച്ചു കളയും. ആ ചുണ്ട് ഒരച്ചു കളയാന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് വേദനിക്കുന്നതാണ്. അതിനെങ്ങനെ ഒടിച്ചു കളഞ്ഞിട്ട് അതിങ്ങനെ കാത്തിരിക്കും. കിട്ടുന്നത് എന്തെങ്കിലും വെള്ളം കുടിക്കും, ചെറിയ ചെറിയ ഭക്ഷണം കഴിക്കും. എന്നിട്ട് ആ പരുന്തിന്റെ ചുണ്ട് വീണ്ടും ഉണ്ടാകുന്നത് വരെ, അത് കിളിച്ചു വരുന്നത് വരെ, മുളച്ചു വരുന്നത് വരെ അത് കാത്തിരിക്കും. അത് മുളച്ചു വന്നാലോ ആദ്യം ചെയ്യുന്നത് തന്റെ തൂവല് കൊത്തിക്കളയും, ചിറകിന്റെ തൂവലുകൾ കൊത്തിക്കളയും. ആ ചിറകിന്റെ തൂവലുകൾ കൊത്തിക്കളഞ്ഞാൽ ചെറിയ ചെറിയ ചിറകുകളുടെ തൂവലുകൾ വീണ്ടും വരും. അപ്പോഴും പറക്കാൻ തുടങ്ങും. 10% വരുന്ന പരുന്തുകൾ 50 വയസ്സ് വരെയും ജീവിച്ചിരിക്കുന്നു എന്ന് ചരിത്രം. ഒന്ന് ചിന്തിച്ചു നോക്ക്. അധ്വാനിച്ചാൽ, പരിശ്രമിച്ചാൽ ആ പരുന്തുകൾക്ക് ജീവിതം തിരിച്ചു കിട്ടുന്നു. നമ്മുടെ മക്കൾ അധ്വാനിച്ചാൽ നമ്മുടെ മക്കൾക്കൊരു ജീവിതമുണ്ട്. നമ്മുടെ മക്കൾ അധ്വാനിച്ചാൽ നമ്മുടെ മക്കൾക്കൊരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മക്കളെ മദ്രസയിൽ ചേർത്താൽ അൽ മുജാഹദത്തു ബൈനഹു വ ബൈനൻ നഫ്സി, അവർ സ്വയം സമർപ്പിതരാവുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ അറിയുമല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത ഇൽമേതാ. ഓരോ പ്രവാചകന്മാർക്ക് അല്ലാഹു ഓരോ വ്യത്യസ്തമായ അറിവ് കൊടുത്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത അറിവ് പ്രത്യേക കൊടുത്ത അറിവേദം അറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ പറഞ്ഞല്ലോ, അല്ലാഹുവേ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിന തഅവീലിൽ അഹാദീസ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ നീ എനിക്ക് തന്ന അറിവേദം അറിയോ? വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് യൂസുഫ് നബിക്ക് അല്ലാഹു കൊടുത്തതാ. ആ അറിവ് യൂസുഫ് നബിക്ക് മാത്രം അല്ലാഹു കൊടുത്ത പ്രത്യേകമായ അറിവാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ആ അറിവ് അല്ലാഹു കൊടുക്കുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വപ്ന വ്യാഖ്യാനം പറയാൻ, ഒരാളെ കണ്ട സ്വപ്നം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൽമു കൊടുത്തു. ആ ഇൽമു കൊണ്ട് യൂസുഫ് നബിക്ക് സ്വയം രക്ഷയുണ്ടായി, സമൂഹത്തിന് രക്ഷയുണ്ടായി. അല്ലേ? മഹാനായ യൂസുഫ് നബി ജയിൽ മോചിതനാകാൻ കാരണം എന്താണ്? സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോഴാണ് രാജാവിന്റെ ഇടപെടൽ മൂലം മോചനം കിട്ടിയത്. സമൂഹത്തിനും അതുകൊണ്ട് ഗുണമുണ്ടായി. എന്താ സമൂഹത്തിനുണ്ടായ ഗുണം? രണ്ടുപേര് കണ്ട, രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ രാജാവിന്റെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി വന്ന യൂസുഫ് നബി അലൈഹിസ്സലാം 7 വർഷക്കാലം കഠിനമായ ക്ഷാമമുണ്ടാകുമെന്നും ആ കൊടിയ ക്ഷാമം ഈ രാജ്യത്തെ സാമ്പത്തികമായ സമ്പദ്ഘടനയെയും അതുപോലെ തന്നെ ഇവിടത്തെ ഭക്ഷ്യ, ഇവിടത്തെ വിഭവങ്ങളെയും നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോഴാണ് വരുന്ന 7 വർഷക്കാലത്തെ കഠിനമായ ക്ഷാമത്തിന് അറുതി വരുത്താൻ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നിങ്ങൾ ശേഖരിച്ച് നിങ്ങൾക്ക് 7 വർഷത്തെ ക്ഷാമ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അത് നിങ്ങൾ ഒരു കൂട്ടി വെക്കണമെന്ന് മഹാനായ യൂസുഫ് നബി പറഞ്ഞപ്പോ തന്റെ അറിവ് സമൂഹത്തിനും ഗുണപ്പെട്ടു. സമൂഹത്തിന് ഗുണപ്പെടുന്ന, സ്വയം ഗുണപ്പെടുന്ന അറിവ് പഠിക്കാനാണ് മക്കളെ മദ്രസയിലാക്കാൻ പറയുന്നത്. അതാണ് അൽ മുജാഹദത്തു ബൈനഹു വ ബൈനൻ നഫ്സി. അവർക്ക് തന്നെ ഒരു സ്വയം സമർപ്പിതമാകാൻ പറ്റുന്ന ഒരു ഇൽമ് അത് മദ്രസ സംവിധാനത്തിലാണ്. ഇനിയോ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഗുണമേതെന്നറിയോ? സഹോദരങ്ങളെ, അത്തവാലു ബൈനഹു വ ബൈനൻ നാസ്. മദ്രസയിൽ പഠിക്കുന്ന മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മക്കൾ അച്ചടക്കമുള്ളവരാ, ആ മക്കള് വിനയമുള്ളവരാണ്, ആ മക്കള് എവിടെ നിന്നും അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വയല് കേൾക്കാൻ വേണ്ടി വരുന്നതിൽ 90% മക്കളും അവര് മദ്രസയിൽ പഠിക്കുന്ന മക്കളാ.
അവർക്ക് നസീഹത്ത് ഇഷ്ടമാ, അവർക്ക് വഅൽ ഇഷ്ടമാ, അവർക്ക് മതബോധം ഇഷ്ടമാ, അവർക്ക് ദീനീ ചൈതന്യം വളരെ താല്പര്യമാണ്. എവിടെ നിന്നും അറിവ് പഠിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. നമ്മളാണ് ഇന്ന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തിരക്കി പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന മഹാനായ ഇമാമാണ്. ബാക്കിയുള്ള സകല ഇമാമിങ്ങളുടെയും ഉസ്താദാണ്. ബാക്കി വരുന്ന ഇമാമുന ശാഫി തങ്ങളും ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇവരുടെ ഒക്കെ ഗുരുനാഥനാണ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഇൽമു പഠിക്കുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് വേണ്ട. ഒരാൾക്കും അത് അറിവ് ചോദിച്ചു പഠിക്കുന്നതിൽ നാണക്കേട് വേണ്ട. നമ്മളെയൊക്കെ റമദാൻ മാസത്തിലാണ് കൂടുതൽ ആളുകൾ പള്ളിയിൽ വരിക. സഫിന്റെ ഒക്കെ എണ്ണം കുറഞ്ഞു പള്ളിയിൽ. റമദാനില് ആളുകൾ കൂടുന്നതനുസരിച്ച് പള്ളി വിപുലീകരിക്കണമെന്ന് കമ്മിറ്റി കൂടിയ പള്ളികളൊക്കെ ഉണ്ട്. പള്ളി പോരാ, പള്ളി അല്പം കൂടെ വിശാലമാക്കണമെന്ന് കമ്മിറ്റി വിളിച്ചു. അപ്പൊ പലരും പറഞ്ഞു നമുക്ക് റമദാനും കൂടെ ഒന്ന് കഴിയട്ടെ, റമദാൻ കഴിയുമ്പോഴറിയാം പള്ളി വിപുലീകരിക്കണോ വേണ്ടേ എന്ന്. റമദാൻ കഴിഞ്ഞപ്പോ ഉണ്ടായതിന്റെ 10-1 ആളുകൾ ചുരുങ്ങി പള്ളിയിൽ. ജുമയ്ക്ക് ആളുകളില്ല, നിസ്കാരത്തിന് ആളുകളില്ല. ഇനിയിപ്പത്തിനാ വലിയ പള്ളി, നീപ്പത്തിനാണ് വലിയ പള്ളി. റമദാനിലെ ആളുകളുടെ കൂട്ടം കണ്ടപ്പോ, ഈ റമദാനിലെ പൊതുവെ എല്ലായിടത്തും ആള് കൂടുതലാണ് അല്ലേ? ഇവിടെയൊക്കെ കോവിഡിന് ശേഷം എല്ലാം സ്വതന്ത്രമായത് ഈ റമദാനിലാണ്. ആളുകൾ കൂടുതലായിരുന്നു. പള്ളികളുടെ മുറ്റത്ത് ടാർപ്പ കെട്ടി നിസ്കരിച്ച പള്ളികളുണ്ട്. എന്റെ മഹല്ല്, ഞാൻ എന്റെ താമസ സ്ഥലമുള്ള മഹല്ല്, അവിടെ പള്ളിയുടെ പുറകില്, പള്ളിയുടെ പുറത്ത് 2 നിലകളും നിറഞ്ഞ് കവിഞ്ഞിട്ട് പള്ളിയുടെ മുറ്റത്ത് വിശാലമായ ശാമിയാനായിട്ടു, പന്തലിട്ടു ആളുകൾക്ക് നിസ്കരിക്കാൻ. നിറഞ്ഞ് കവിയുന്ന പള്ളികൾ. എന്നാ ഇപ്പൊ നോക്ക് പള്ളികളിൽ, ഇപ്പൊ ജുമയ്ക്ക് നിങ്ങൾ പള്ളികളിൽ നോക്ക്, എത്ര ഉണ്ടാവും ആളുകൾ കുറഞ്ഞില്ലേ? അതാണ് സംഭവിക്കുന്നത് സഹോദരങ്ങളെ. ഈ സമയത്ത് റമദാനിലൊക്കെ നമ്മൾ പള്ളിയിൽ വന്നിട്ട് ഉസ്താദിനോട് പലപ്പോഴും നമുക്ക് സംശയം ചോദിക്കാൻ മടിയുണ്ടാവും. ഉസ്താദ് എന്ത് വിചാരിക്കും? ഒരു മടിയും വേണ്ട. ലോകം കണ്ട ഏറ്റവും വലിയ മഹാപണ്ഡിതനാണല്ലോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഹജ്ജിന്റെ വേളയിൽ എന്നെ തിരുത്തിയ 5 കാര്യങ്ങൾ എന്നെ തിരുത്തി തന്നത് ഒരു ബാർബറാണ്. ബാർബർ ഇവിടെ എന്താ പറയുന്നത് അല്ലേ? അത് ഇംഗ്ലീഷ് അല്ലേ? ഒസ അല്ലേ? മുടി വടിക്കുന്ന ആള്. പരിശുദ്ധമായ ഹറമിന്റെ ഭാഗങ്ങളിൽ നിങ്ങൾ നോക്ക്, അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടാവും സലൂൺ. അവിടത്തെ ഒരു മനുഷ്യൻ, മുടിവെട്ടുകാരൻ, ഒരു ബാർബർ, അമ്പട്ടൻ എന്നൊക്കെ പറയും. ഇവിടെ പറയില്ല, ബാർബർ, ഒരു ഒസ. അദ്ദേഹമാണ് അബൂ ഹനീഫ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മഹാപണ്ഡിതന് 5 ഗുരുതരമായ തെറ്റുകൾ തിരുത്തി കൊടുത്തത്. ആലോചിച്ച് നോക്കിയേ, അദ്ദേഹമാ പറയുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിലും മൂടി വെച്ചേനെ. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, എന്റെ ജീവിതത്തിലെ 5 പാളിച്ചകൾ എനിക്ക് തിരുത്തി തന്നത് ഞാൻ ഹജ്ജ് കഴിഞ്ഞ് എന്റെ മുടിയെടുക്കാൻ ചെന്നിരുന്ന ഒരു ബാർബർ ഷോപ്പിലെ ഒരു മനുഷ്യനാണ്. എന്താ തെറ്റെന്നറിയോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞു, ഇനി തഹല്ലുലാകണം. ഹജ്ജ് കഴിഞ്ഞു, ഒന്ന് തഹല്ലുലാകണം. നേരെ ഒരു ബാർബർ ഷോപ്പിലോട്ട് കയറി. നമ്മളൊക്കെ ഇപ്പൊ പോയാലും അങ്ങനെയാണല്ലോ. ഒരു സലൂണിലേക്ക് കയറി. ചെന്നിട്ട് ചോദിച്ചു, ഇമാം അബൂ ഹനീഫ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എത്രയാണ് നിങ്ങളുടെ കൂലി? നിങ്ങളുടെ കൂലി എത്രയാണ്? ഇവിടെ റേറ്റ് എത്രയാണ്? മുടിയെടുക്കുന്നതിന് ഇവിടെ റേറ്റ് എത്രയാണ്? അബൂ ഹനീഫ ഇമാമിന്റെ മുഖത്ത് നോക്കിയിട്ട് അയാള് ഒന്നാമതായിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? സഹോദര, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമാക്കി വന്ന അവന്റെ അതിഥിയായ ഒരു ഹാജിക്ക് ഞാൻ തഹല്ലുലാക്കി കൊടുക്കുന്നത് എന്റെ ഒരു ഖിദ്മത്താണ്. ഞാൻ ചെയ്യുന്ന ദീനീ ദഅവത്താണ്, ദീനീ സേവനമാണ്. അതിന് നിങ്ങൾക്ക് നാണമുണ്ടോ കൂലി നിശ്ചയിക്കാൻ? നിങ്ങൾക്ക് നാണമുണ്ടോ കൂലി എത്രയെന്ന് ചോദിക്കാൻ? ഒന്നാമത് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ചൂളിപ്പോയ രംഗമാണ്. അദ്ദേഹം തന്നെ പറയാൻ, ഞാൻ കയറി കസേരയിൽ ഇരുന്നു, ഞാൻ കയറി ചെയറിലേക്ക് ഇരുന്നു.
ആ സമയത്ത് എന്നോട് ബാർബർ പറഞ്ഞ മറുപടി, മനുഷ്യ, നിങ്ങൾ കിബിലക്ക് നേരെ ഇരി. നിങ്ങൾ എന്തിനൊക്കെ തിരിഞ്ഞിരിക്കുന്നത്? കിബിലക്ക് നേരെ ഇരി. ഇതൊരു ഇബാദത്തല്ലേ? തഹല്ലിലാവുക എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തല്ലേ? അതുകൊണ്ട് നിങ്ങൾ കിബിലക്ക് നേരെ തിരിഞ്ഞിരിക്കുക. ഞാൻ രണ്ടാമതും എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നാണക്കേടുണ്ടായ രംഗം വേറെയില്ല. ഞാൻ മിണ്ടിയില്ല. ഞാൻ അവസാനം തലമുടി വെട്ടാൻ വേണ്ടിയിട്ട് എന്റെ തല കാണിച്ചു കൊടുക്കുമ്പോ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഏയ്, നിങ്ങളുടെ വലതുഭാഗം കാണിക്ക്, അതല്ലേ സുന്നത്ത്, വലത്തതിനെയല്ലേ മുന്തിക്കേണ്ടത്, നിങ്ങൾ ഈ ഇടതുഭാഗം കാണിക്കുന്ന എന്തിനാ? ഞാൻ വീണ്ടും ചൂളിപ്പോയി. ഞാൻ മിണ്ടാതിരുന്നു. ഇനി ഒന്നും മിണ്ടരുത്, എന്റെ നിർബന്ധ ബുദ്ധിയാണ്. ഇദ്ദേഹത്തിന്റെ മുമ്പിൽ 3 തവണ ഞാൻ നാണം കെട്ടു. ഞാൻ മിണ്ടാതിരുന്നു. അയാളുടെ വർക്ക് തുടങ്ങി. പകുതി എത്തിയപ്പോൾ എന്നെ തട്ടി ഉണർത്തിയിട്ട് ചോദിച്ചു, നിങ്ങളൊരു ഹാജിയാണോ? കബ്ബിർ, തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നൂടെ? നിങ്ങളൊരു ഹാജിയല്ലേ? തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നോ? ഇതൊരു ഇബാദത്ത് നടക്കുകയല്ലേ? ഞാൻ അവിടെ ഇരുന്ന് തക്ബീർ ചൊല്ലാൻ തുടങ്ങി. അവസാനം ഞാൻ എന്റെ തലമുടി എടുത്തുകൊണ്ട് ഞാൻ തഹല്ലുലായി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് എന്നെ വിളിച്ചിട്ടയാള് പറയുകയാണ്, നിങ്ങൾ പോവുകയാണോ? സ്വല്ലി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കാരമുള്ളത് മറന്നോ? തഹല്ലുലായാൽ 2 റക്അത്ത് നിസ്കാരമുള്ളത് മറന്നോ? ഇതാരുടെ മദ്ഹബാണ്? അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബാണ്. അതിന്റെ ഇമാമ് 2 റക്അത്ത് നിസ്കരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ ബാർബറായ മനുഷ്യൻ വിളിച്ചിട്ട്, മുടിവെട്ടുകാരൻ വിളിച്ചിട്ട് പറയുകയാണ്, ഹേ മനുഷ്യ, നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചാലാണ് നിങ്ങളുടെ ഇബാദത്ത് പൂർണ്ണമാവുക. പിൽക്കാലത്ത് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ 5 പിഴവുകൾ, 5 തെറ്റുകൾ തിരുത്തി തന്നത് ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന മനുഷ്യനാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയോ? അറിവ് പഠിക്കുന്ന മക്കൾക്ക് അത് ആരിൽ നിന്ന് പഠിക്കാനുമുള്ള ഒരു ആകാംക്ഷയുണ്ട്. ആരിൽ നിന്ന് അറിവ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മക്കൾക്കുണ്ട്. ഇമാം അബൂ ഹനീഫയ്ക്ക് പറഞ്ഞൂടെ, ഞാനൊരു മദ്ഹബിന്റെ ഇമാമാണ്, ഞാനാണ് ഇവിടത്തെ മുഹമ്മദ് ഇമാമ്. മഹാനായ ഇമാം അബൂ ഹനീഫ ഇമാം പറഞ്ഞില്ല. ഇമാം അബൂ ഹനീഫ മിണ്ടിയില്ല. കാരണം ഒരു മനുഷ്യനിൽ നിന്ന് അറിവ് കിട്ടിയപ്പോൾ അതിനെ ആദരവോടെ സ്വീകരിക്കാനുള്ള മനസ്സിന്റെ പൊരുത്തമുണ്ടല്ലോ. അതാണ് തവാലു ബൈനഹു വ ബൈനന്നാസ്. മദ്രസയിൽ പഠിക്കുന്ന മക്കൾ എവിടെ വഅള് വെച്ചാലും പോകും. കാരണം അവന്റെ ഹൃദയത്തിലുള്ളത് ഈമാനാണ്. അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവനാണ്. അവന് ഹബീബായ നബി തങ്ങളെ പഠിക്കാൻ മോഹമുള്ളവനാണ്. അതുകൊണ്ട് അവന് താല്പര്യമുണ്ട്. അതുകൊണ്ട് എവിടെ പോകാനും അവന് മടിയില്ല. അവന് വിനയമാണ്. അത് വേണോ? മദ്രസയിൽ മക്കളെ ചേർത്തോ? ഇനി 4ാമത്തെ എന്തെന്നറിയോ? അസ്സുഹുദു ബൈനഹു വ ബൈന ദുനിയാ. 4ാമത്തേത് അസ്സുഹുദു ബൈനഹു വ ബൈന ദുനിയാ. ഒന്ന് പടച്ചവനുമായിട്ടുള്ള ബന്ധമാണ് തഖ്വ. അത് മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുകയാ. 2 സ്വന്തം ശരീരത്തോടുള്ള സമർപ്പണമാണ്. ആ അവസ്ഥയും അല്ലാഹു മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കുകയാ. 3 മറ്റുള്ളവരോടുള്ള വിനയമാണ്. അത് പൊന്നുമക്കളെ മദ്രസയിൽ. ഇനി 4ാമത്തെ എന്തെന്നറിയണോ? പ്രിയമുള്ളവരെ, അൽ അസ്സുഹുദു ബൈനഹു വ ബൈന ദുനിയാ. അവന്റെയും ഭൗതിക ലോകത്തിന്റെയും ഇടയിലുള്ള പരിത്യാഗമാണ്. അവന് ദുനിയാവൊന്നും വേണ്ട. അവന് പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് മോഹം. വേറെ ഒരു മോഹവും ഇല്ല. ദുനിയാവിനോടുള്ള വിരക്തി. ഇതാണ് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുക. നിങ്ങൾ എന്ത് വാങ്ങിക്കൊടുത്താലും അവന് സംതൃപ്തനാണ്. അതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങളുടെ മക്കളെ. ഏറ്റവും വലിയ ഒരു ഭാഗ്യം നമുക്ക് അല്ലാഹു തന്നത്
നമ്മുടെ മക്കൾക്ക് മദ്രസ സംവിധാനം നമ്മുടെ കൺമുമ്പില്, നമ്മുടെ വിളി കേൾക്കുന്ന നമ്മുടെ മുന്നില്, നമ്മുടെ കൺവെട്ടത്ത് അള്ളാഹു കൊണ്ട് തന്നു എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് അറിവ് പഠിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരം. അള്ളാഹു അത് ഫലപ്രദമാക്കിയെടുക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു തന്ന അമാനത്തുകളാകുന്ന നമ്മുടെ പൊന്നുമക്കളെ മദ്രസയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് മദ്രസയിലേക്ക് നമ്മൾ ചേർത്തിട്ട് നമ്മൾ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളായി നമ്മുടെ മക്കളെ മാറ്റണം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്താണോ ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു അത് മനസ്സിലാക്കാൻ നമ്മുടെ മക്കളൊക്കെ പഠിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാലം വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾക്ക് വേണ്ട മതബോധം കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. അത് മാതാപിതാക്കളാകുന്ന നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അള്ളാഹു അത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ഭക്തിയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വരണം. അതിന്റെ ഏറ്റവും വലിയ തെളിവേതെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ. ഇനി ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ശ്രദ്ധയോടെ കേൾക്കണേ. നാളത്തെ തലമുറയാണ് നമ്മുടെ പൊന്നുമക്കൾ. എന്റെ ഉമ്മയോട് പറയാനുള്ളത്, നിങ്ങളാണ്, നിങ്ങളുടെ മടിത്തട്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ പ്രഥമ മദ്രസ. നിങ്ങളുടെ മടിത്തട്ടാണ്, നിങ്ങളുടെ വീട്ടുമുറ്റത്താണ്, നിങ്ങളുടെ വീട്ടിലാണ്. നിങ്ങളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ആദ്യത്തെ മദ്രസ. നിങ്ങളാണ് നിങ്ങളുടെ മക്കളുടെ ഉത്ഥാന പതനത്തിന് നിധാനമാകുന്നത്. ആ മക്കള് വളരണോ? ആ മക്കള് തളരണോ? ആ മക്കള് ഉയരണോ? ആ മക്കള് താഴ്ന്നു പോകണോ? ആ മക്കൾക്ക് നേട്ടം വേണോ? ആ മക്കൾക്ക് കോട്ടം വേണോ? ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പെങ്ങളെ നിങ്ങൾ തന്നെയാണ്, സംശയമില്ല. എന്തുകൊണ്ടെന്നറിയോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ കടലിൽ, ആ പൊന്നുമോനെ പ്രളയത്തിൽ മുങ്ങുമ്പോ, പ്രളയത്തിൽ മുങ്ങിട്ടാണ് പോകുന്ന പൊന്നുമോനെ രക്ഷപ്പെടുത്താൻ നൂഹ് നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്, യാ ബുനയ്യർകം മാനാ, എന്റെ പൊന്നുമോനെ നീ വന്ന് കപ്പലിൽ കയറടാ, നീ വന്ന് കപ്പലിൽ കയറടാ എന്ന് പൊന്നുമോനെ വിളിച്ചപ്പോ ആ മകൻ ഓടി ഉമ്മയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ എന്റെ വാപ്പ വിളിക്കുന്നു, ഞാൻ എന്തു വേണം? ഉമ്മ പറഞ്ഞു, മോനെ വാപ്പാക്ക് ഭ്രാന്താണ്, പോകരുതടാ. വാഹില എന്ന പെണ്ണ് നൂഹ് നബിയുടെ കൂടെ കിടന്നവൾ, നൂഹ് നബിയുടെ ചൂടേറ്റവൾ, നൂഹ് നബിയുടെ രാത്രിയെ ധന്യമാക്കിയവൾ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നൂഹ് നബിയുടെ ജീവിതത്തിന്റെ പകുതി, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ. പൊന്നുമോന് വാപ്പ വിളിക്കുന്നു, ഉമ്മ ഞാൻ എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനെ ചൂണ്ടിയിട്ട് മകനോട് പറഞ്ഞു, വാപ്പയ്ക്ക് ഭ്രാന്താണ്, പോകരുത് മോനെ. കൊല്ലാൻ വേണ്ടിയല്ല വിളിച്ചത്, രക്ഷപ്പെടുത്താനാ. രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിച്ച പൊന്നുമോൻ മുങ്ങി ചത്തുപോയി. കാനമിനൽ മുഗ്റഖീൻ, ആ മകന് ചത്തുപോയി. കൊല്ലാനല്ല, രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിച്ച മോന്റെ കഥയായി പറയുന്നത്. ഇനി കൊല്ലാൻ വിളിച്ചൊരു വാപ്പയുണ്ട്. അതാരാ കൊല്ലാൻ വിളിച്ചത്? മനുഷ്യനാഗരികതയുടെ പ്രപിതാമകന് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ വിളിക്കുകയാണ്, ഇസ്മാഈലേ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, എന്റെ പൊന്നുമോനെ നിന്നെ ഞാൻ ബലിയറക്കുന്നതായി കിനാവ് കണ്ടു. ഫൻദുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താ? ഇസ്മായിൽ എന്ന പൊന്നുമോനോട് ചെന്ന് ഉമ്മയോട് ചോദിച്ചു, ഹാജർ, ഉമ്മ വാപ്പ കൊല്ലാൻ വേണ്ടി വിളിക്കുന്നു, ഞാൻ എന്ത് വേണം? ഉമ്മ പറഞ്ഞു, മോനെ കൂടെ പൊയ്ക്കോ, വാപ്പ നബിയാടാ, വാപ്പ റസൂലാണ്, വാപ്പ പ്രവാചകനാണ്. കൊല്ലാൻ വേണ്ടി വിളിച്ച മോനെ അല്ലാഹു രക്ഷപ്പെടുത്തി, രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിച്ച മോനെ അല്ലാഹു മുക്കിക്കൊന്നു. രണ്ട് വാപ്പയും പ്രവാചകൻ, രണ്ട് വാപ്പയും പ്രവാചകൻ.
ഇവിടെ എന്തുകൊണ്ടാണ് കൊല്ലാൻ വിളിച്ച മോൻ രക്ഷപ്പെട്ടു, രക്ഷപ്പെടുത്താൻ വിളിച്ച മോനെ കൊല്ലപ്പെട്ടു? എന്തുകൊണ്ട്? ഉമ്മയുടെ ഇടപെടല്. ഒരു ഉമ്മ വാഹില സത്യനിഷേധി, ഒരു ഉമ്മ ഹാജിറ സത്യവിശ്വാസി. അപ്പൊ ഉമ്മയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചീത്തയാക്കുന്നത്, നന്നാക്കുന്നത്. ഒരു സംശയമില്ല. ഒളിച്ചോടിപ്പോയ മോള് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് എന്താണ്? ഈ ബന്ധം ആർക്കറിയാമായിരുന്നു? എന്റെ ഉമ്മാക്കറിയായിരുന്നു, വാപ്പാക്ക് ഈ ബന്ധം അറിയാമായിരുന്നു എന്ന് പറഞ്ഞ കേരളത്തിലെ ഏതെങ്കിലും ഒരു കാമുകി നിങ്ങൾക്ക് കാണിച്ചു തരാമോ? പറ. കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനില് ഒളിച്ചോടി പോയ പെണ്ണിനെ പിടിച്ചുകൊണ്ട് നിർത്തിയപ്പോ എന്റെ വാപ്പാക്ക് ഈ ബന്ധം അറിയാമായിരുന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഇല്ല. എന്നാൽ പടച്ചവനെ ഭയക്കുന്നതാരെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയക്കുന്നതാരാ? അല്ലാഹു പറയുന്നു, അൽ ഉലമാ, ഉലമാക്കൾ മാത്രമാ. ഇന്നമാ യഖ്സല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉസ്താദുമാർക്കറിയാ, ഇന്നമാ ആദ്യം വന്നാൽ ശേഷം വരുന്നതിനെ ക്ലിപ്തമാക്കുമെന്നാണ് അറബിയിൽ അതിന്റെ നിയമം. എന്ന് പറഞ്ഞാൽ അള്ളാനെ പേടിക്കുന്നത് ഉലമാക്കളും മാത്രമാണത്രേ, വേറെ ആരുമില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പള്ളിയിലെ മൊയ്ലിയാര് മാത്രമേ അള്ളാനെ പേടിയുള്ളൂ ഞങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങൾ അൽമുള്ളവരാ, നിങ്ങൾ വിവരമുള്ളവരാണ്, അറിവുള്ളവരല്ലേ ലോകത്തെല്ലാരും. ഹറാമാണ്, പലിശ ഹറാമാണെന്ന് അറിയുന്നവരൊക്കെ ആ വിഷയത്തിൽ ആലിമീങ്ങളാണ്. അല്ല, നിങ്ങൾ നോക്കണ്ട, ജുബ്ബയും മുണ്ട് തലയെക്കെട്ടും ഉള്ളവർ മാത്രമാണ് മുസ്ലിയാക്കന്മാരെന്ന് കരുതണ്ട. ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലീൻ ഷേവ്, സൂട്ട്, കോട്ട ഒക്കെ ഇട്ടിട്ടുള്ള ആളുകളാ. അവര് ടൈയും കെട്ടി, അവര് സൂട്ടും കോട്ടൊക്കെ ഇട്ട്, ടീഷർട്ട്, അവര് പിന്നെ ഷൂവും ഒക്കെ ഇട്ട്, അവര് ക്ലീൻ ഷേവ് ചെയ്ത് നിൽക്കും. നമ്മൾ കരുതും ഏതോ പൊട്ടനാണ്. അല്ല, അവർ അവിടത്തെ നമ്പർ 1 ആലിമീങ്ങളായിരിക്കും. അവിടത്തെ സിയ്യ്, അവിടത്തെ വേഷവിധാനം അങ്ങനെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ശൈലിയുണ്ട്, ഒന്നുകിൽ ഷർട്ട് അല്ലെങ്കിൽ ജുബ്ബ. ഇപ്പൊ കമീസായിട്ടുണ്ട് അല്ലേ? ഇപ്പൊ കമീസായിട്ടുണ്ട്. ഇതാണ് പണ്ഡിതന്മാരുടെ വേഷം. ചിലർ തലയെ കെട്ടും, ചിലർ ഇപ്പൊ പറയുന്നത് പോലെ തട്ടയിടും, ചില ആളുകൾ തൊപ്പി മാത്രം വെക്കും, ചിലർ വാലിട്ട് കെട്ടും, ചിലർ വാൽ ഇടാതെ കെട്ടും. ഇതൊക്കെ വ്യത്യസ്തമായ ശൈലികളും. ഏതായിരുന്നാലും കേരളത്തിന്റെ ഒരു അലങ്കാരമുണ്ട്. ആ പണ്ഡിതന്മാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ പണ്ഡിതന്മാരാവണം, ആലിമീങ്ങളാകണമെന്ന് പറയുന്നത് നിങ്ങൾ നന്ദി ദാറുസലാമിൽ പോയി ദാരിമി എടുക്കാനല്ല പറയുന്നത്. നിങ്ങൾ പട്ടിക്കാട് നൂരിയ, ജാമിയ നൂരിയയിൽ പോയിട്ട് ഫൈസാബാദിൽ ചെന്ന് ഫൈസ് ബിരുദമെടുക്കാനല്ല പറയുന്നത്. ദാറുൽ ഹുദയിൽ ചെന്നിട്ട് നിങ്ങൾ ഹുദവിയാകാനല്ല ഈ പറയുന്നത്. ജാമിയ മന്നാനിയ സർവകലാശാലയിൽ ചെന്നിട്ട് മന്നാനി ഡിഗ്രി എടുക്കാനല്ല പറയുന്നത്. വേലൂർ ബാക്കിയാത്ത് സാലിഹാത്തിൽ പോയിട്ട് ബാക്കവിയാകാനും, ദേവബന്ദ് ദാറുൽ ഉലൂമിൽ പോയിട്ട് അൽ ഖാസിമിയാകാനും അല്ല ഈ പറയുന്നത്. നിങ്ങൾ ഇൽമ പഠിക്കണമെന്ന് പറഞ്ഞാൽ എവിടെ കിട്ടിയാലും, എന്താ ഇൽമിനെ പറ്റി പറഞ്ഞത്? കളഞ്ഞുപോയ വസ്തുവിനെ പോലെയാണ് ഇൽമ. നമ്മുടെ പാസ്പോർട്ട് കളഞ്ഞുപോയി, നമ്മൾ ആരെങ്കിലും ചിന്തിക്കുവോ പോകുന്ന വഴിയിൽ കിടക്കുന്നെങ്കിൽ എടുക്കാം എന്നാരെങ്കിലും കരുതുവോ? നമ്മൾ അന്വേഷിക്കും, നമ്മൾ പരസ്യം കൊടുക്കും, നമ്മൾ എന്നിട്ട് എവിടെയൊക്കെയോ ആരൊക്കെയോ ആൾക്കൂട്ടമുള്ളത് അവിടെയൊക്കെ അന്വേഷിക്കും ഒരു പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന്. ഇൽമ അങ്ങനെ ആകണം. പോകുമ്പോ വഴിയിൽ പിരിവൊന്നുമില്ല, നല്ല സരസാണ്, ഇടയ്ക്ക് ചായ കിട്ടും, പോകാൻ നേരത്ത് ഒരു കിറ്റ് ബിരിയാണിയും കിട്ടും, പോകാം. അങ്ങനെയല്ല. പിന്നെയോ അന്വേഷിക്കണം. ഇന്ന് ഈ പരിസരത്ത് എവിടെ ഇൽമിന്റെ സരസുണ്ട് അവിടെ പോകണം, അവിടെ പോകണം. കിട്ടുന്ന അറിവുകൾ പ്രസംഗിക്കുന്ന ആളുകൾ അങ്ങനെ പറയണം, പ്രസംഗിക്കുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എപ്പോഴും സ്വർഗവും എപ്പോഴും നരകവും എപ്പോഴും സിറാത്തുപാലവും എപ്പോഴും മഹിഷറയും പറഞ്ഞുകൊണ്ടിരുന്ന കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ എത്ര കൊല്ലം കൊണ്ട് കേൾക്കുന്ന ഖബറ് പണ്ട് വരുന്ന മലക്ക് തന്നെയല്ലേ എപ്പോഴും വരുന്നത്? സിറാത്ത് അന്നത്തെ പാലം തന്നെയല്ലേ ഇപ്പോഴും? അതിനെ 6 വരി പാതയാക്കിയില്ലല്ലോ. സ്വർഗവും നരകവും അങ്ങനെ തന്നെയല്ലേ? ഇത് എത്ര കൊല്ലം കൊണ്ട് കേൾക്കാൻ? അതൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന, സ്വത്വബോധം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ വർത്തമാനകാല സാഹചര്യത്തിൽ
ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ സമൂഹത്തിനെ സംസ്കരിക്കണം, അവരെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ പണ്ഡിതന്മാരും പഠിക്കാൻ പ്രിയപ്പെട്ട ജനങ്ങളും അത് പഠിപ്പിക്കുന്ന സംവിധാനം ഒരുക്കാൻ സംഘാടകരും തയ്യാറാകുമ്പോഴാണ് അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരു വേദിയാണ് ഈ വേദി. ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് മദ്രസയിൽ ചേർക്കാൻ പറ്റുമോ? നിങ്ങളുടെ മക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മക്കളായി മാറും. എനിക്കുറപ്പുണ്ട്. നമ്മുടെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം കൊടുത്താൽ നമ്മുടെ മക്കൾ A to Z ചേഞ്ച് ആവും. ഉറപ്പാണ്. മദ്രസകളെ നിങ്ങൾ ഫലപ്രദമാക്കി എടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമസ്തയുടെ മദ്രസകൾ നാളെ തുറന്നു പ്രവർത്തനം ആരംഭിക്കുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി പോലും മദ്രസയിൽ പഠിക്കുന്ന പ്രായമെത്തിയിട്ട് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവരെ മദ്രസയിൽ വിടണം, അവരെ പഠിപ്പിക്കണം. വിട്ടാൽ ആ മക്കള് പഠിച്ചു വന്നാൽ, അറിവുള്ളവരായാൽ അവര് പാതിരാത്രിയുടെ നിശബ്ദതകൾ, അവര് രാത്രിയുടെ യാമങ്ങൾ, രാത്രിയുടെ 3-ാം യാമത്തിലും 1-ാം യാമത്തിലും 2-ാം യാമത്തിലും നിശയുടെ നിശബ്ദതയിൽ, ഇരുളിന്റെ ചുരുളിൽ കാരിരുമ്പ് പോലെ കറുത്തു കിടക്കുന്ന പാതിരാത്രിയുടെ നിശബ്ദതയിൽ നമ്മുടെ പൊന്നുമക്കൾ അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരുന്നവരാകും. സഈദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരു ദിവസം എനിക്കൊരു സംശയമുണ്ടായി. ആ സംശയം പള്ളിയിൽ ആരോട് ചോദിക്കാനാ? ഒന്ന് ചോദിച്ചതിന്റെ നിവാരണം നടത്തണം, അതിന്റെ നിരൂപണം നടത്തണം. അങ്ങനെ ഞാൻ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോ, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ മഹാനായ ഇമാം അബൂ ഹനീഫ പള്ളിയിലുണ്ട്. ഇമാം അബൂ ഹനീഫയോട് ചെന്നിട്ട് എന്റെ സംശയം ചോദിക്കണമെന്ന ചിന്തയാ. ആ സമയത്ത് എല്ലാവരും പള്ളിയിൽ നിന്ന് പോയി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാത്രം പള്ളിയിലായി. അദ്ദേഹം കരുതിയത് പള്ളിയിൽ ആരുമില്ലെന്നാ. പക്ഷേ പള്ളിയുടെ മറുഭാഗത്ത് ഒരു കർട്ടന്റെ പിന്നിലേക്ക് ഞാൻ മാറി നിൽക്കുകയാണ്. എന്റെ ലക്ഷ്യം, എന്റെ സംശയം ഉസ്താദിനോട് ചോദിക്കണം, ഇമാമിനോട് ചോദിക്കണമെന്നാ. പക്ഷേ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുകയാ, സുന്നത്ത് നിസ്കാരത്തിന്. എന്നിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതുകയാ, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂ. അല്ലാഹു നമുക്ക് നിഅമത്ത് തന്നിരിക്കുകയാ. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു എന്ന മന്നാനിൽ നിന്ന് മിന്നത്ത് കിട്ടിയിരിക്കുകയാ. വവഖാനാ അദാബസ്സമൂ, അല്ലാഹുവിന്റെ ആ ഒരു നിഅമത്ത് കൊണ്ട് തീക്കാറ്റേറ്റ് നരകത്തിന്റെ ഇന്ധനമായി പോകുന്നതിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന ആയത്ത്. ഈ ആയത്തോതിയിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹനീഫ ഇമാം ഖുർആൻ പഠിച്ച പണ്ഡിതനാണല്ലോ. വിശുദ്ധ ഖുർആനിന്റെ ഈ ആയപ്പങ്ങോട്ട് ഓതിയപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് പടച്ചു. മഹാനവറുകൾ സഈദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ സംശയം ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാ. ഒന്ന് സലാം വീട്ടിട്ടല്ലേ സംശയം ചോദിക്കാൻ പറ്റൂ. മഹാനവറുകൾ നിസ്കാരത്തോട് നിസ്കാരമാ, നമസ്കാരത്തിൽ കൈകെട്ടികെട്ട് ഓതുന്നത് ഇതേ ആയത്ത് തന്നെയാ. നോക്കുമ്പോ ഇതാ സുബഹിന്റെ സമയമായിരിക്കുകയാ. തലേ സമയത്തെ ഇശാ മുതൽ തുടങ്ങിയ നിസ്കാരമാണ്. പാതിരാത്രി മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്നപ്പോൾ, അല്ലാഹു നമുക്ക് തന്ന നിഅമത്തോർത്തപ്പോ, ഭീകരമായ നരകത്തിന്റെ ശിക്ഷയോർത്തപ്പോ, അല്ലാഹുവിനോട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമസ്കാരത്തിലൂടെ പടച്ചവനോട് കാവൽ നേടുകയാ. വവഖാനാ അദാബസ്സമൂ,
ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് സുബഹി സമയം വരെയും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ സംശയം ചോദിക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്തുകൊണ്ടെന്നറിയോ? ഇന്നത്തെ 7ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ എന്താണ്? കഞ്ചാവല്ലേ. 8ാം ക്ലാസ്സുകാരിയുടെ കയ്യിലും ഇന്ന് കഞ്ചാവല്ലേ. എത്ര മുസ്ലിം പെൺകുട്ടികളാ നാഴികയ്ക്ക് 40 വട്ടം മുസ്ലിം പെണ്ണിന്റെ നൊമ്പരം കാണാൻ ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അഭിനവ കാലഘട്ടത്തിന്റെ സ്ത്രീ സംരക്ഷകരായ സ്ത്രീകളുടെ വാദികളായി മാറിയ ഈ കാലഘട്ടത്തിന്റെ പെണ്ണുങ്ങളോട് ചോദിക്കാനുള്ളത്, 8ാം ക്ലാസ്സുകാരിയായ മുസ്ലിം പെണ്ണിന്റെ കയ്യിൽ കഞ്ചാവ് കൊടുത്തത് അവൾ അതിലേക്ക് അഡിക്റ്റ് ആയിക്കൊണ്ട് അവളുടെ ഏതൊക്കെയോ ഫോട്ടോസ് അവന്റെ മൊബൈലിൽ ഉണ്ടെന്ന് പീഡിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് അവളിലൂടെ സ്കൂളുകളിലെ കോളേജുകളിലെ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടെത്തുന്നില്ല? എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ, പെൺകുട്ടികള് കഞ്ചാവിനടിമകളാ. മുസ്ലിം പെൺകുട്ടികള് എത്രയോ കോളേജിന്റെ ഉള്ളറകളിൽ നടക്കുന്ന രംഗങ്ങള് പുറത്തേക്ക് വീഡിയോ വരുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ പുകവലിക്കുകയാണ്. നമ്മൾ കണ്ടതല്ലേ, അതൊന്നും ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ അവർക്ക് തഖ്വയും സൂക്ഷ്മതയുമുള്ള ജീവിതം കൊടുക്കലാണ്. അതിന് ഏക വഴി മദ്രസയിൽ പഠനമാണ്. അല്ലാതൊരു വഴി ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഇടയിലില്ല. വയലുകൊണ്ട് നന്നാവുമെന്ന് വിചാരിക്കണ്ട, വയലുകൊണ്ട് നന്നാവുമെന്ന് കരുതണ്ട. മദ്രസയിൽ നമ്മുടെ മക്കൾ പഠിച്ചാൽ അവര് ഭക്തിയുള്ളവരാകും. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഖുർആൻ അറിയാത്ത ആളാണോ? ഈ ആയത്തെത്തിയപ്പോ നിസ്കാരത്തിൽ വിങ്ങിപ്പൊട്ടാൻ കാരണം എന്താണ്? അബൂ ഹനീഫ ഇമാം ഖുർആൻ അറിയാത്ത ആളായതുകൊണ്ടാ. ഇതിനു മുമ്പ് ഈ ആയത്ത് ഓതാത്തതാണോ? അല്ല, ആദ്യമായിട്ട് ഓതിയതല്ല. പക്ഷെ ആ ആയത്ത് ഓതുമ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ മനസ്സ് പെടയുകയാണ്. ഭക്തി ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുത്തു. എന്തുകൊണ്ട്? അവർക്ക് ഇൽമുണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടത് അതാണ്. അല്ലാഹനെ പേടിക്കുന്ന മക്കളാകണം. അല്ലാതെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ഓതി ആയത്തായപ്പോ അന്തം വിട്ട് കരഞ്ഞു പോയതാണോ? വിശുദ്ധ കഅബ ശരീഫിനകത്തിരുന്ന് ഖത്തം ഓതിയ 4 പേരെ ചരിത്രത്തിലുള്ള അറിയോ? പരിശുദ്ധ കഅബാലയത്തിന് അകത്തിരുന്ന് ഖത്തം തീർത്ത 4 പേരെ ഉള്ളൂ ചരിത്രത്തില്. ഒന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പഠിച്ചോളി, കഅബ ശരീഫിന് അകത്തിരുന്ന് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്ത ഖത്തം ഓതിയ 4 പേരെ ഉള്ള ചരിത്രത്തില്. ഒന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 2 തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. 3 സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. 4 അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഈ 4 പേരല്ലാതെ വേറെ ആരും ചരിത്രത്തിലില്ല. കഅബാലയത്തിനകത്ത് കയറിയിരുന്നിട്ട് അൽ ബഖറ അൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെയുള്ള 114 അധ്യായങ്ങൾ ഓതി തീർത്തത് ചരിത്രത്തിൽ 4 പേരാ. അപ്പൊ അബൂ ഹനീഫ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഓതുന്ന ആയത്തൊന്നുമല്ല. പക്ഷെ ഓതുമ്പോഴൊക്കെയും അദ്ദേഹത്തിന് കരച്ചിൽ വരും. കാരണം ഹൃദയത്തിൽ അല്ലാഹുവിന്റെ നൂറ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിക്ഷേപിച്ചു. അല്ലാഹു നിക്ഷേപിച്ചു. സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയോ? മറ്റൊരിക്കല് ഇശാ നിസ്കാരത്തിന് ഇമാം അബൂ ഹനീഫ തന്നെ ഇമാമത്ത് നിൽക്കാൻ. ഇശാ നിസ്കാരത്തിന് ഇമാമത്ത് നിന്നപ്പോൾ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന അധ്യായം ഓതി. ആ സൂറത്ത് ഓതി നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയി. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയി. ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, എണ്ണ വിളക്ക്. പള്ളിയിൽ ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ആ എണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന എണ്ണ വിളക്ക് കെടുത്തിയിട്ട് പോകണം. അതിന്റെ ജോലിയാ, മുക്രിയുടെ ജോലിയാ.
പക്ഷേ മൂപ്പര് നിസ്കരിക്കാൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരത്തില് അദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ടപ്പോ വിളക്കണയ്ക്കാൻ ഒരു മടി. അദ്ദേഹം കുറെ നേരം അവിടെ തന്നെ നിന്നു. പക്ഷെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പൊ അറിയാം ഇന്നിപ്പോ സുബഹി ആയാലും ഇറങ്ങൂല, ഞാൻ ഇവിടെ നിന്നാ തന്റെ ഉറക്കം കൂടി പോകും. അതുകൊണ്ട് അദ്ദേഹം എണ്ണ വിളക്ക് അവിടെ തന്നെ വെച്ചിട്ട് നേരെ പോയി. സുബഹിക്ക് തിരിച്ചു വരുമ്പോഴും സുബ്ഹാനല്ലാഹ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിൽക്കുകയാ. എന്നിട്ട് ഓതുകയാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അണുമണി തൂക്കം ഒരു ചെറിയ കടുകുമണിയുടെ വലിപ്പത്തില് നന്മ ചെയ്യുന്നത് നാളെ പരലോകത്തവരത് കണ്ടുമുട്ടും. ആരാണോ തിന്മ ചെയ്യുന്നത് അത് പരലോകത്തവരെ കണ്ടുമുട്ടും. ഈ ആയത്തെത്തിയിട്ട് ഇമാം അബൂ ഹനീഫയ്ക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. പൊട്ടി പൊട്ടി കരയുകയാണ്. മുഅദ്ദിൻ വന്ന് നോക്കുമ്പോ രാത്രി കത്തിച്ചു വെച്ച എണ്ണ വിളക്കിന്റെ എണ്ണ തീർന്നിരിക്കുന്നു. പക്ഷെ വിളക്ക് കെട്ടിട്ടില്ല. ഇത് മായാവി കഥയല്ല, ഇത് സീറകളിലുള്ള കാര്യമായി പറയുന്നത്. ഇല്ലാത്ത കറാമത്ത് വിവരിക്കുകയല്ല. അങ്ങനെ ഇല്ലാത്ത കറാമത്ത് വളപുരം എന്ന മലപ്പുറം ജില്ലയുടെ ഈ ഒരു ചെറിയ പ്രദേശത്ത് ശംസുൽ ഉലമാ റഹിമഹുള്ളയുടെ നാമധേയത്തിലുള്ള ഈ കോളേജ് ക്യാമ്പസിന്റെ അകത്തളത്തിൽ വെച്ച് ഇമാം അബൂ ഹനീഫയ്ക്ക് ഇല്ലാത്ത പട്ടം ചാർത്തി കൊടുക്കേണ്ട കാര്യമില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ കത്തിയിരുന്ന ആ എണ്ണ വിളക്കിന്റെ എണ്ണ തീർന്നിട്ടും വിളക്കണഞ്ഞിട്ടില്ല. മുഅദ്ദിൻ രാവിലെ സുബഹിക്ക് വരുമ്പോ ഇമാം അവിടെ തന്നെ നിന്നിട്ട് ഓതുകയാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ ഈ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ അല്ലാഹു തന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് മദ്രസ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.